മാതാപിതാക്കളോടുള്ള ബന്ധത്തെപ്പറ്റി, അവന്റെ ഗുരുനാഥന്മാരോടുള്ള ബന്ധത്തെപ്പറ്റി, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുന്ന കലാലയങ്ങളിലുള്ള മര്യാദകളെപ്പറ്റി, പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി, ഭർത്താക്കന്മാർക്ക് അവരുടെ ബാധ്യതകളെപ്പറ്റി ഒക്കെ ഏത് നിലക്കുള്ള ഹിദായത്തും, ഇതൊക്കെ ഹിദായത്ത് തന്നെയാണ്, സന്മാർഗം തന്നെയാണ്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ച് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആ തൗഹീദിന്റെ അമ്പിയാക്കന്മാർ നിർവഹിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം മുതൽ തന്റെ സഹജീവികളോട്, അയൽവാസികളോട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള ഈ മുഴുവൻ കാര്യങ്ങളിലേക്കും ഹിദായത്ത് നൽകാനാണ് അമ്പിയാക്കന്മാർ വന്നത്. ആ ഹിദായത്തിന് എന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ജീവിതത്തിലെ ഒരു കാര്യത്തിൽ ഹിദായത്ത് കിട്ടിയാൽ അതാണ് ഒരു ചുവന്ന ഒരു ഒട്ടകം കിട്ടുന്നതിനേക്കാളും നല്ലതെന്നും മറ്റൊരു മഹത്വാക്യത്തിൽ ഈ ലോകം മുഴുവനും നേടുന്നതിനേക്കാളും നല്ലതെന്നുമുള്ള ആ ഇസ്ലാമിന്റെ തത്വമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇതിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു 10,000-ലേറെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഈ പ്രദേശത്തെ അപേക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് 60,000-ഓളം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു എന്നതാണ്. ഒരു പ്രസംഗം നടത്തിയാൽ, അങ്ങാടികളിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു പ്രസംഗം നടത്തിയാൽ കിട്ടുന്ന ഫലം അത് 1000-ലോ 500-ലോ താഴെയായിരിക്കും. ഇത് ശരിക്കും നേരിട്ട് ബന്ധപ്പെടാനും ജാതിയും വർഗവും അതുപോലെ തന്നെ സമൂഹത്തിലെ ക്ലാസുകൾ, ഉയർന്ന ക്ലാസ്, താഴെ ക്ലാസുകളുള്ള ആളുകൾ, സമ്പന്നന്മാർ, ധനികന്മാർ, ദരിദ്രന്മാർ, അതൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും എല്ലാവരിലേക്കും കയറിച്ചെന്നു. ഈ കയറിച്ചെല്ലാൻ വേണ്ടി ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയും ഇവിടെ ഒരുമിച്ച് കൂടിയ കുട്ടികൾ, അതിൽ ഉന്നതന്മാരായ വലിയ വലിയ ഉയർന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, മതപരമായ കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ മതഗ്രന്ഥങ്ങളിൽ കൂടി പഠിച്ച വിദ്യാർത്ഥികളുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്. മതപരമായ കാര്യങ്ങൾ അതല്ലാത്ത നിലക്ക് പഠിച്ചെടുത്ത ഭിഷഗ്വരന്മാരും നല്ല ജ്ഞാനികളുമുണ്ട്, സാധാരണക്കാരായ കർഷകരുണ്ട്, കടൽ തൊഴിലാളികളുണ്ട്. എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഇവിടെ ഒന്നിച്ചുകൂടി ഈ ഒരു പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ആർക്ക് വേണ്ടി? ആർക്കാണ് ലാഭം? അവർക്കത് ലാഭമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് ലാഭമുള്ളത്. സഹോദരന്മാരെ, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കണം. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, ഒന്നിച്ചു ജീവിക്കുന്ന ഒരു രാജ്യത്ത് പൊട്ടിത്തെറിക്കാറായ സന്ദർഭങ്ങളാണ്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വിചാരങ്ങളും ചിന്താഗതികളും തത്വശാസ്ത്രങ്ങളും ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരുന്ന കടലിൽ പോയപ്പോൾ ഒരു ബോട്ടിലും ഒരു തോണിയിലും വ്യത്യസ്ത ജാതിക്കാരായ ആളുകൾ പോയിരുന്നു. നമസ്കരിക്കുന്നവർ നടുക്കടലിലും നമസ്കരിക്കും, മറ്റുള്ള അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ അത് ചെയ്യും. അതൊക്കെ അവരവരുടെ മതപരമായ വിശ്വാസവും ആദർശവും എന്നതൊഴിച്ചാൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഉള്ള ജാതി വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളോ വൈരാഗ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഗ്രാമപ്രദേശങ്ങളിലെ ഒരു ഓലപ്പീടികയിൽ ഇരുന്ന് ഒരു ഗ്ലാസ് ഒരു ബെഞ്ചിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ആ ജനങ്ങൾ അവിടെ ഹിന്ദുവാണെന്നോ മുസ്ലിം ആണെന്നുള്ള വ്യത്യാസമുണ്ടായിരുന്നില്ല. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ബഹുമുഖ സൗന്ദര്യം നമ്മുടെ രാജ്യത്ത് എന്നും നിലനിന്നിട്ടുണ്ടായിരുന്നു. അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല അതില്ലാതെയായാൽ. നമ്മളെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നു. ജാതിയുടെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നു. ഭരണരംഗത്തിരിക്കുന്ന പലരും ആ കാര്യങ്ങൾ ഓർക്കാതെ, ഇന്ത്യയുടെ ഈ പൾസ് മനസ്സിലാക്കാതെ, ഇന്ത്യ രാജ്യത്തിന്റെ ഈ ജനസമൂഹത്തിന്റെ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. അതിന്റെ പേരിൽ വർഗീയതകളും പൊട്ടിത്തെറികളും നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മതങ്ങൾ അകലുന്നു. മതങ്ങൾ അകലുമ്പോൾ അതിൽ മുതലെടുക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ വന്ന ആളുകൾ പലരും മതത്തിന്റെയും ഖുർആനിന്റെയും ഹദീസിന്റെയും പേരിൽ തീവ്രവാദം ഉണ്ടാക്കുന്നു.
അവർ തകർപ്പൻ തീവ്രവാദങ്ങൾ ഉണ്ടാക്കി അന്യജാതിക്കാരെ തല്ലാനും കൊല്ലാനും ഇസ്ലാം കൽപ്പനയുണ്ട് എന്നിങ്ങനെയുള്ള ഇല്ലാത്ത വ്യാജമായ മതത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ച ഒരുപാട് തീവ്രമായ ചിന്തകൾ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ഇതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഭാഗമാക്കുകളാണ്. എല്ലാവരും മതത്തിന്റെ മറവിൽ മതത്തിന്റെ ഒളിവിൽ നിന്നുകൊണ്ടാണ് അവന്റെ അജണ്ടകൾ, രഹസ്യമായ അജണ്ടകൾ നടത്തുന്നത്. മുസ്ലിം സമൂഹത്തിൽ അതിശക്തമായ തീവ്രവാദം കൂടിക്കൂടി വരുന്നു എന്നത് ആർക്കും അജ്ഞാതമല്ല. ഇതിനെ പിടിച്ചു നുള്ളണം നമ്മൾ. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഒരുപക്ഷെ ഇസ്ലാമിക ഭരണം പോലും നിലനിൽക്കുന്ന ഒരു അറബി നാട്ടിൽ പോലും കിട്ടാത്ത ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ആദർശ പ്രചരണത്തിന്റെയും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ തീവ്രവാദത്തിന്റെയും അന്യജാതിക്കാരൻ അകറ്റപ്പെടേണ്ടവരാണ് എന്നുള്ള ഈ ചിന്തയുണ്ടല്ലോ, അത് നമുക്ക് പണ്ടുകാലം നിലനിന്ന ഒരു ആശയം എവിടെയുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ മുസ്ലിം പള്ളിയിലേക്ക് പോകും, ഹിന്ദു അമ്പലത്തിലേക്ക് പോകും. അവന്റെ മണി മുഴങ്ങുമ്പോൾ അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനക്കുള്ള സമയമാകുമ്പോൾ ക്രിസ്ത്യാനി മണി മുഴങ്ങുമ്പോൾ അവന്റെ ചർച്ചിലേക്ക് പോകും. അത് അവരുടെ ആശയമാണ്, അതവരുടെ വിശ്വാസമാണ്. അവരും പടച്ചവരും തമ്മിലുള്ള ബന്ധമാണ്. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും കഴിയുമ്പോൾ അത് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ ശരിയുടെ പിന്നാലെ പോകും. അത് കാലാകാലങ്ങളായി രാജ്യത്ത് നിലനിന്നതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മതത്തിന്റെ മറവിൽ പരസ്പരം കലഹിക്കാനും പരസ്പരം ചോര കുടിക്കാനുമുള്ള ചിന്താഗതികൾ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിനെന്താണ് പരിഹാരം? പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല, ഭരണകർത്താക്കളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. കൃത്യമായും മതത്തെ മനസ്സിലാക്കി കൊടുക്കണം. ഹിന്ദു സമൂഹം ഹൈന്ദവ സനാതന ധർമ്മം എന്താണെന്ന്, മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും സിഖുകാരനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഹൈന്ദവന്റെ സത്യസന്ധമായ സനാതന ധർമ്മമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഹൈന്ദവ പണ്ഡിതന്മാരും പരിശുദ്ധ ഖുർആനും പ്രവാചകനും ബഹുമുഖ മതവിശ്വാസികൾ ജീവിക്കുന്ന കാലത്ത് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന ഖുർആനിന്റെ കൽപ്പന എന്താണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ ക്രൈസ്തവ പണ്ഡിതന്മാർ അവരുടേതായ മതത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യമായ ബന്ധങ്ങൾ എന്താണ്, അയൽപക്ക ബന്ധങ്ങൾ എന്താണ്, വിവിധ മതങ്ങളോടുള്ള ബന്ധങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഇന്ത്യ രാജ്യം ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വസ്ഥതയുള്ള രാജ്യമായി മാറും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തൊക്കെ തന്നെ മതത്തിന്റെ മറവിൽ കാശുണ്ടാക്കുന്നു പലരും. പലരുടെയും ഉപജീവനം മതത്തിന്റെ മറവിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവശിഷ്ടങ്ങളാണെന്ന് പറഞ്ഞ് മണ്ണും മുടിയും താടിയും എല്ലും കഷ്ണങ്ങളും പഴയ കീർച്ചെരുപ്പുകളും എവിടെ നിന്നോ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് അത് വിറ്റ് അത് മതത്തിന്റെ പേരിലായി മറവ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നത് മതത്തിന്റെ പേരിലാണ്. മതത്തിന്റെ പേരിൽ സ്പർദ്ധയുണ്ടാക്കി തമ്മിലടിപ്പിക്കുന്നതും ചോര കുടിക്കുന്നതും മതത്തിന്റെ പേരിലാണ്. അതുപോലെ തന്നെയാണ് പല നിലക്കും സമൂഹത്തിൽ തന്റേതായ നേട്ടങ്ങളും ലാഭങ്ങളും കൊയ്യാൻ മതമാണ് മറ. ഈ മറ നമ്മൾ പൊളിക്കണം. പൗരോഹിത്യത്തിന്റെ എല്ലാ രംഗത്തുമുള്ള പൗരോഹിത്യത്തിന്റെ മറ പൊളിച്ചുകൊണ്ട് മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, ഈ വെള്ളം തന്ന, ഈ വായു തന്ന, ഈ സൂര്യനെ തന്ന, ഈ ആകാശത്തെ തന്ന, ഈ മഴയും വെയിലും നമുക്ക് നൽകിയ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഏകനായ റബ്ബുൽ ആലമീനായ അല്ലാഹു പലരും പല പേരിലും വിളിച്ചാലും ആ റബ്ബിന്റെ കീഴിൽ മനുഷ്യർ ഒന്നാണ് എന്ന തത്വവും ആ റബ്ബിന്റെ അടിമകളാണ് മനുഷ്യരെന്ന തത്വവും ആ റബ്ബ് നൽകിയിട്ട് വേണം മനുഷ്യന് ജീവിക്കാൻ. ആ റബ്ബ് നൽകിയില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുകയില്ല എന്ന ബോധവും. അതുകൊണ്ട് നമിക്കേണ്ടത്, പ്രണമിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അർപ്പിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് ആ റബ്ബിനോടാണ് എന്നുള്ള ഒരു സത്യസനാതനമായ സത്വം ഈ ജനങ്ങളെ യഥാർത്ഥ എന്ന ഒരൊറ്റ വഴി മാത്രമാണ് ഈ രാജ്യത്തിൽ പരസ്പരം അറിയാനും അടുക്കാനും ഒന്നിച്ചു ജീവിക്കുവാനുമുള്ള മാർഗം. ആ മാർഗം സാക്ഷാത്കരിക്കുന്ന ആ വഴിയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി ചെയ്തു വന്നിരുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആരതിനെ വഞ്ചിക്കാനും
ആരതിന്റെ ദൗത്യത്തെ തകർക്കാനും അതിന്റെ പാരമ്പര്യത്തെ തകർക്കാനും ആരതിനെ പിടിച്ചുകൊണ്ടുപോകുവാനും ശ്രമിച്ചാലും ഈ ഒരു സന്ദേശം ഇവിടെ നിലനിർത്താനാണ് ഈ തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി നടത്തുന്നത്. അതിന്റെ ഒരു സമാപനമാണ് ഇവിടെ. ഈ വരുന്ന എറണാകുളത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻലൈറ്റനിൽ 40,000 വീടുകളിലേക്കെങ്കിലും. അതിന്റെ തൊട്ടടുത്ത മാസം ഇൻഷാ അല്ലാഹ് നമുക്ക് തിരുവനന്തപുരത്താണ്, ഈ രാജ്യത്തിന്റെ ആ തലസ്ഥാന നഗരിയിൽ അനന്തപുരിയിൽ ഇൻഷാ അല്ലാഹ് ഒരു 30,000 വീടുകളിലേക്കെങ്കിലും ഒരു ദിവസം നമുക്ക് കയറി ചെന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക്, അവരുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവരും അല്ലാത്തവരും മുസ്ലിങ്ങളും അടങ്ങുന്ന ജനങ്ങൾക്ക് നേരിന്റെ സത്യത്തിന്റെ 1,00,000-ൽ പരം പ്രവാചകന്മാർ, മഹാത്മാക്കൾ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച സത്യത്തെ പ്രചരിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തനം. ഒരു മദ്രസക്ക് ഇവിടെ തറക്കല്ലിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളർത്തുകയും അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് വളർത്തി അത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഫലപ്പെടുന്ന തരത്തിൽ, നമ്മുടെ വളരുന്ന കുട്ടികൾക്ക് ഫലം ചെയ്യുന്ന വിധത്തിൽ സ്വബോധവും സ്വത്വബോധവും ഉണ്ടാവാനും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനും സത്യത്തെ സ്നേഹിക്കാനും ഈ രാജ്യത്തെ സ്നേഹിക്കാനും ഒന്നിച്ച് ജീവിക്കുവാനുമുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു പാഠശാലയാക്കി അല്ലാഹു തആല അതിനെ മാറ്റുമാറാവട്ടെ എന്ന് നമ്മൾ എല്ലാവരും സഹോദരന്മാരെ പ്രാർത്ഥിക്കുക. അള്ളാഹു കേൾക്കാതിരിക്കില്ല നമ്മുടെ പ്രാർത്ഥന. ഷെയ്ഖ് സാലിം മുഹമ്മദ് സുഹൈൽ അൽ ആമിരി, ദുബൈയിലെ UAE-യിലുള്ള ഷെയ്ഖ് സാലിം മുഹമ്മദ് സുഹൈൽ അൽ ആമിരി, അല്ലാഹു യർഹമു, അദ്ദേഹമാണ് ഹഫിളഹുല്ലാഹു തആല വ തവല്ല, അദ്ദേഹമാണ് നമുക്ക് അതിനുള്ള സൗകര്യം സഹായങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിൽ കൂടി തരാമെന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല വിചാരം അദ്ദേഹത്തെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി, ഈ മക്കളെ, ഈ പഠിക്കുന്ന മക്കളെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തെ ഈ മക്കൾക്ക് അറിഞ്ഞുകൂടാ, നമുക്കറിഞ്ഞുകൂടാ. നമ്മളറിയാത്ത ആ മനുഷ്യൻ നമ്മളെ സഹായിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ അതിന് സഹായിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, അതിന്റെ ഇട നിന്നുകൊണ്ട് നമുക്ക് ആ സഹായം എത്തിച്ചു തന്ന സഹോദരന്മാർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതൊക്കെ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കണം. എല്ലാ അർത്ഥത്തിലും ഖുർആനിനെയും ഹദീസും മനസ്സിലാക്കി, ഈ രാജ്യത്തെ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി, അതിൽ നിന്ന് സത്യം ഉൾക്കൊള്ളുന്ന, സാദാസീതമായി ചിന്തിക്കുന്ന, മുൻധാരണയില്ലാതെ ചിന്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. അതിനാണ് മദ്രസ, അതിനാണ് നമ്മൾ അതിൽ കൂടി ഒരുമിച്ച് കൂടുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഫെബ്രുവരി മാസത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഖുർആൻ സമ്മേളനം നടക്കുകയാണ് ഇവിടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അടുത്ത ഫെബ്രുവരി 13, 14 ദിവസങ്ങളിൽ. എന്തിനാണത് എന്ന് ചോദിച്ചാൽ, അതും ഏതെങ്കിലും ആളുകളെ വലിപ്പം തെളിയിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നേട്ടമോ അല്ല. അല്ലാഹു മനുഷ്യന് വെള്ളമിറക്കിയ പോലെ, വായു ഇറക്കി തന്ന പോലെ നമ്മുടെ ജീവിത സിറാത്തുൽ മുസ്തഖീമും തന്നു. അത് ജനങ്ങൾ അറിയണം. അത് മുസ്ലിമീങ്ങൾ മാത്രം പട്ടുറുമാലിൽ കെട്ടിവെക്കേണ്ടതല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ തത്വം ജനങ്ങൾ അറിഞ്ഞ് അംഗീകരിക്കണം. ഖുർആനിന്റെ അനുയായികൾ ഉണ്ടായത് ആ ഖുർആൻ മനസ്സിലാക്കിയപ്പോഴാണ്. അതുകൊണ്ട് ലോകത്തിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ലോകത്തിലുള്ള പണ്ഡിതന്മാരെയും അന്താരാഷ്ട്ര നിലവാരമുള്ള പണ്ഡിതന്മാരെയും ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് കോഴിക്കോട് പട്ടണത്തിൽ അതിന്റെ പരിസരത്തെങ്ങാനും ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആൻ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നു. മാനസികമായി നിങ്ങൾ ഒരുങ്ങുക, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക. അതിന്റെ മുമ്പായി 10,000-കണക്കിന് പ്രബോധന പ്രവർത്തനങ്ങൾ ഖുർആനിനെ ഖുർആനിനെ അധികരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കലാലയങ്ങളിൽ അപകടകരമായ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ധൈര്യത്തോടുകൂടി, മനസ്സറിഞ്ഞ് സമാധാനത്തോടുകൂടി കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തോന്നിവാസങ്ങൾ വളർന്നു വരുന്ന ആ കലാലയങ്ങളിൽ നിന്ന് മനുഷ്യന്മാരുടെ മക്കളെ മാത്രം ശേഖരിച്ച്, നല്ലവരായ മനുഷ്യരെ മക്കളെ ശേഖരിച്ച് പ്രോഫ്കോൺ, ഈ പ്രൊഫഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഉന്നത ബിരുദങ്ങൾക്ക് വേണ്ടി പഠിക്കുന്ന കലാലയങ്ങളിലെ കുട്ടികളെ, 10,000-കണക്കിന് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന മാർച്ച് മാസത്തിൽ മിക്കവാറും മധ്യ കേരളത്തിൽ
പ്രോഫ്കോൺ നടത്താനുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ തരത്തിൽ എല്ലാ രംഗത്തും ഒരൊറ്റ ലക്ഷ്യം എന്താണ്? അല്ലാഹു തന്നെയാണ് സത്യം. ജനങ്ങളെ റസൂലുള്ളാഹി പഠിപ്പിച്ചു, മനുഷ്യരെ പടച്ചവനെ സത്യം ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നല്ലത് കൽപ്പിക്കണം. നല്ലത് എന്തുണ്ടോ അത് എല്ലാവരോടും നിങ്ങൾ കൽപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക. ചീത്ത എന്തുണ്ടോ അത് എല്ലാവരിൽ നിന്നും അകറ്റാൻ വേണ്ടി നിങ്ങൾ അവരെ ഉപദേശിക്കുക, നിങ്ങൾ താക്കീത് നൽകുക. അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ ഇറക്കും, തടുക്കാനാവാത്ത ശിക്ഷ. ആ ശിക്ഷയാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദികളിൽ കൂടി പള്ളിയിൽ നമസ്കരിക്കാൻ കഴിയുന്നില്ല, അമ്പലത്തിൽ പ്രാർത്ഥിക്കാനോ ജപം നടത്താനോ കഴിയുന്നില്ല, ചർച്ചുകളിൽ അവരുടെ കർമ്മം നിർവഹിക്കാൻ കഴിയുന്നില്ല. സുജൂദിലായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ കൊല്ലപ്പെടുകയാണ്. ആരാണ് കൊലയാളികളെന്ന് ചോദിച്ചാൽ പലപ്പോഴും ദൈവത്തിന്റെയും അള്ളാന്റെയും പേരിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന കൊലയാളികൾ. എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ശരിയായ ദീന് ജനങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ട് അള്ളാഹ് നമ്മളെ കൊണ്ട് തന്നെ നമ്മളിൽ ശിക്ഷ ഇറക്കുകയാണ്. തടുക്കാൻ കഴിയാത്ത ശിക്ഷ. അത് അള്ളാഹ് പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ നന്മ കൽപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, തിന്മ വിരോധിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, അതിന് സാധാരണക്കാരനും പണ്ഡിതന്മാരും ഭരണാധികാരികളും നാട്ടിലുള്ളവരുമെല്ലാം അതിന് സഹകരിച്ച് ഒത്തുനീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാകും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹ് ഉത്തരം കിട്ടാത്ത വിധത്തിൽ, ഉത്തരം കിട്ടാത്ത വിധത്തിൽ, പടച്ചവനോട് ദ്വാരന്നാൽ പോലും ദ്വാക്ക് ഉത്തരം ചെയ്യാത്ത വിധത്തിൽ നാട്ടിൽ നാശമുണ്ടാകും. ആ നാശം വരുന്നതിന്റെ തുടക്കം നമ്മളൊക്കെ കണ്ടു തുടങ്ങുന്നു, വായിച്ചിരിക്കുന്നു, കാണുന്നു, വായിക്കുന്നു. പുക പൊങ്ങാത്ത, തീ തുപ്പാത്ത ദിവസങ്ങളില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. ഇതിൽ നിന്നൊരു വിരാമം നമ്മുടെ ഈ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന നാട്ടിലും ഈ വിരാമം വേണമെങ്കിൽ ശരിയായ കാര്യങ്ങൾ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി പഠിച്ചും മനസ്സിലാക്കിയും ഈ സ്നേഹതീരത്തിൽ നിന്നും ഇതുപോലെയുള്ള സ്നേഹതീരങ്ങളാവട്ടെ കേരളം മുഴുവനും. എന്നിട്ട് ഇതിനോട് ഈ നിലക്കുള്ള ഒരു പ്രബോധന പ്രവർത്തനത്തിലാണ് വിഷ്ണം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അടുത്തറിയുക, തിരിച്ചറിയുക, ഇതിനോട് സഹകരിക്കുക, നല്ലതാണോ എന്ന് സ്വയം പരിശോധിക്കുക, എന്നിട്ട് ഇതിനോട് സഹകരിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പരിപാടിക്ക് വലിയ സഹായങ്ങൾ മാനസികമായും അല്ലാത്ത നിലക്കും വലിയ സഹായം നൽകിയ നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ ജിദ്ദയിൽ അത്യാസന്നമായ ഒരു രോഗത്തിലായി കിടക്കുകയാണ്. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ വേദനയും പ്രയാസങ്ങളും അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. നമ്മളിൽ കൂടി ആരാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മളിൽ ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ കുറെ ആളുകളുടെ പ്രാർത്ഥന സ്വീകരിച്ചാൽ അത് മതി ആ സഹോദരന്റെ കുടുംബത്തിനും ആ സഹോദരിക്കും രക്ഷ കിട്ടാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ. നമ്മുടെ വീട്ടിലും നമ്മുടെ കൂട്ടുകാരിലും സുഹൃത്തുക്കളിലും ഇതുപോലെ ദുരന്തങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന സർവർക്കും അള്ളാഹു തആല സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു സ്നേഹതീരം അള്ളാഹു ഈ രാജ്യത്തുണ്ടാക്കി തരുമാറാവട്ടെ. അവർക്കുള്ള അതിനുള്ള അറിവും ബോധവും നൽകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ നാമത്തിൽ ഇത് തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, വിശിഷ്ട വ്യക്തികളെ, ഈ സ്നേഹധീരം ദഅവാ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ ത്വാഹ ബീച്ചിലെയും പരിസര പ്രദേശങ്ങളിലെയും സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, തീർത്തും നമുക്കൊക്കെ സുപരിചിതമായ
മനുഷ്യ ആത്മാവിന് വളരെയേറെ സുപരിചിതമായ ഒരു വിഷയമാണ് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയം. ഈ ഒരു സ്നേഹതീരം ദഅവാ സമ്മേളനത്തിൽ ഈ ഒരു തലവാചകത്തിൽ സംസാരിക്കുക എന്നത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യന് യഥാർത്ഥ ഹിദായത്തിന്റെ വിജയത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുക എന്നതിനേക്കാൾ സ്നേഹനിർഭരമായ മറ്റൊരു പ്രവർത്തനം ഇല്ല തന്നെ. സ്നേഹം നിറഞ്ഞ ഏറ്റവും മുന്തിയ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സ്രഷ്ടാവായ നാഥനെ സംബന്ധിച്ച് മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയും റസൂലുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥവും അതിലെ വചനങ്ങളും അവതരിപ്പിച്ചു കൊടുത്തത് മനുഷ്യരെ ലിയുഖ്രിജകും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, മിനദ്ദുലുമാതി ഇലന്നൂർ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും നിങ്ങളെ പ്രകാശത്തിന്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അളവറ്റ ദയാവരനാണ്, റഊഫാണ്, റഹീമാണ്, പരമകാരുണ്യകനാണ്. സൃഷ്ടികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ദയയും കാരുണ്യമുള്ളവനുമാണ്. ആ കരുണയുടെ ഫലമാണ് വേദഗ്രന്ഥവും പ്രവാചകന്മാരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹതീരം എന്ന് ഈ മഹത്തായ ദഅവാ സമ്മേളനത്തിന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് ഈ ഒരു കാരുണ്യവും സ്നേഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് നൽകിയത് അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന ദൗത്യവും മുസ്ലിം ഉമ്മത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദന്മാരുടെ അടുക്കൽ നിന്ന് ഏറ്റവും ആദ്യം കേൾക്കാറുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ്, ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. തീർച്ചയായും സൃഷ്ടികളോട് സ്നേഹം കാണിക്കുന്നവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും സ്നേഹം കാണിക്കുക. ഇത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അറിവ് അഥവാ വിജ്ഞാനം അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നത് കാരുണ്യത്തിന്റെ വ്യാപനമാണ്. അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കുന്ന അതിന് നിദാനമായി തീരുന്ന അതിമഹത്തായ പ്രവർത്തനവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ ത്വഹാ ബീച്ചിലും അതുപോലെ തന്നെ ഈ ശബ്ദം ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ, സ്നേഹതീരം ദഅവാ സംഗമത്തിന്റെ മുഖ്യ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാനവ സമൂഹത്തെ അറിയിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന മാനവകുലം യുഗാന്തരങ്ങളായി കേട്ടുവന്നിട്ടുള്ള പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഊന്നി ഊന്നി മാനവ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഈ ഒരു ആദർശം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൽ അതിലെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച്, മനുഷ്യന്റെ വിജയത്തെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്.
ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു അദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറാ, പട്ടണങ്ങളിലുള്ള ആളുകൾ, ഗ്രാമങ്ങളിലുള്ള ആളുകൾ, നാടുകളിലുള്ള ആളുകൾ, പ്രദേശങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യവർഗം, ആ മനുഷ്യവർഗം വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു, അവർ ശരിയായ ഈമാൻ, ശരിയായ ദൈവവിശ്വാസം, ശരിയായ ഏകദൈവ വിശ്വാസം അഥവാ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം സ്വീകരിക്കുകയും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, നേർച്ച വഴിപാടുകൾക്ക് അർഹനായിട്ടുള്ളവൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന മഹത്തായ ഈമാനിൽ വിശ്വസിക്കുകയും വത്തഖൗ, അതിനുശേഷം സൂക്ഷ്മതയോടുകൂടി ഭക്തിയോടുകൂടി നല്ല മനുഷ്യന്മാരായി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബു, പക്ഷേ മനുഷ്യന് നിഷേധിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ചത് നിമിത്തം അവരെ നാം പിടികൂടി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്രാമവാസികളോട്, പട്ടണവാസികളോട്, മനുഷ്യവർഗത്തോട്, മാനവകുലത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഭൂമിയുടെയും ആകാശത്തിന്റെയും അനുഗ്രഹങ്ങളുടെ, ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, നന്മയുടെ വാതിലുകൾ നമുക്ക് നേരെ തുറക്കപ്പെടണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഉള്ളവരായി തീരുക, തഖ്വയുള്ള ആളുകളായി തീരുക, നമ്മളുടെ സ്രഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിന്റെ കവാടങ്ങൾ, ബറക്കത്തിന്റെ കവാടങ്ങൾ മേലെ നിന്നും ഭൂമിയിൽ നിന്നും നമുക്ക് തുറന്നു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തികളെ സംബന്ധിച്ചും പറയുന്നത് ഇങ്ങനെയാണ്: മൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഏതൊരു വ്യക്തിയാകട്ടെ, അത് പുരുഷനാണെങ്കിലും ശരി, സ്ത്രീയാണെങ്കിലും ശരി, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വ്യക്തി, ഒരു പേഴ്സൺ, ആ വ്യക്തി മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവനാണ്, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അയാൾ എത്തി എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്കൊരു നല്ല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ഈ ലോകത്ത്. പിന്നെ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന ആ ഏറ്റവും നല്ല പ്രവർത്തനത്തിന് പകരമായി ഏറ്റവും മുന്തിയ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ ഇഹപര നന്മകളുടെയും നിദാനം ഈമാനും സൽക്കർമ്മവുമാണ്. അതെന്താണ്, അതിന്റെ വിശദാംശം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരല്പം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലം നാം നമസ്കാരത്തിന് വേണ്ടി ഈ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സ് പിരിയുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابه أجمعين وبعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല ജീവിതം ഈ ലോകത്തും പരലോകത്തും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ നാഥനെ നാം തിരിച്ചറിയുകയും
അവന് നൽകേണ്ടുന്ന അവകാശങ്ങളെ പൂർണ്ണമായും അവന് വകവെച്ചു കൊടുക്കുകയും നിർമ്മലവും സാംസ്കാരിക സമ്പന്നവുമായ ഒരു ജീവിതം നാം നയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്റെ വിഷയം നിങ്ങളേവരും മനസ്സിലാക്കിയതുപോലെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നതാണല്ലോ. വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുവാൻ പറ്റിയ ഒരു വിഷയമല്ല എങ്കിലും മർമ്മപ്രധാനമായ ചില സൂചനകൾ മാത്രം ഇൻഷാ അല്ലാഹ് ഞാൻ നൽകുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി സഹായിക്കുവാൻ കഴിയും എന്ന ഒരു ശക്തിയോട് ആ ഒരു വിഷയം ആവശ്യപ്പെടുന്നതിനാണ് നാം പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഷോപ്പിൽ ഭക്ഷണ സാധനങ്ങളും മറ്റും ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒരു കസ്റ്റമർ പോയി അയാൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ ആ ഒരു ഷോപ്പിലേക്ക് പോകുന്നത് നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ഭക്ഷണം വെക്കാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വേണം. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്തു വെച്ചാൽ അത് കഴിച്ചാൽ എന്റെ വിശപ്പ് മാറും. അങ്ങനെ എനിക്കും എന്റെ കുഞ്ഞിനും എന്റെ കുടുംബക്കാർക്കും വിശപ്പ് മാറാൻ ആവശ്യമായ